ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസ്ബിന ഷബീർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് ആയഞ്ചേരിയിൽ നിന്നും പന്തൽപ്പോയി വഴി പള്ളിയത്തേക്ക് പോകുന്ന വഴിയിലെ മാണിക്കത്തു പാലത്തിനുള്ള അടുത്തുള്ള ഓർമ്മയുള്ള ഒരു തട്ടുകടയിലാണെന്ന്. ഇവിടുത്തെ വൈകുന്നേരത്ത് ചായയും കടിയും ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എടുത്തോളാം. ഞാൻ പരിപ്പോഴ എടുക്കട്ടെ ആദ്യം. ആഹാ, നല്ല സീൻ. ഇത് ബാബുവട്ടന്റെ തട്ടുകടയാണ്. ഇവിടെ നല്ല അടിപൊളി നെയ്പ്പത്തിലുണ്ട് പൊരിക്കുന്ന ബാബുവട്ടെ. പിന്നെ ചൂടുള്ള പഴംപൊരി ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, പരിപ്പ് വട, മീൻകായി ഇല്ല ഉണ്ട്, പത്തലുണ്ട്. തട്ടുകട കേട്ടോ, നല്ല വൈബ്. വൈകുന്നേരത്താണ് പുള്ളി സ്ഥലം. അതുണ്ടാവും ഒരു കൂടെ തിരിഞ്ഞു വാ. ബാക്കി വേണ്ട, ഇനി പഠിക്കാം. അതോടെ അതാണ് മയ ചായ ജോൺസൺ മാസ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു മുട്ടമ്പത്തിലോ ഒരു പരിപ്പൊടി പഴംപൊരി ചായ വൈകുന്നേരം പൊടിച്ചാൽ പഴംപൊരി അതൊന്നല്ല. ഇതാണ് മുട്ടയമ്പത്തിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റം. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഐറ്റം നിറച്ചറിയാ. ഇതാണ് വള്ളിയാട്ടില് മെയിനായിട്ട് ഇറങ്ങുന്ന സാധനം. സെറ്റ് എന്ന് പറയും. മയോണൈസും കൂടി ഇട്ടിട്ട് 20 രൂപക്ക്. ബഷീർ എടുത്തിട്ടില്ല. വൈകുന്നേരത്തെ കടിയിൽ പൊടിച്ചായനോടി ഒരു മുട്ടയും പത്തിനും കിട്ടിക്കഴിഞ്ഞാല് ഒരു പ്രത്യേക ഒരു രക്ഷയില്ല. ഇത് സാധനം മാഷാല്ലാ. വള്ളിയാടിന് പ്രത്യേകമായിട്ടുള്ള സെറ്റ്. ആ മയോണൈസും കൂടി കൂട്ടിയിട്ടില്ല. വള്ളിയാട് ഇവിടെ അങ്ങനത്തെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഉള്ളതല്ല ഇത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത വേറെ ഒളിപ്പിച്ച് വെച്ച ഇവിടെ പഴംപൊരി പഴംപൊരി അടിച്ചു മാറ്റാൻ മുട്ടയമ്പത്തിൽ നിന്ന പരിപ്പോടെ പഴംപൊരിയാണ് സാറേ നമ്മളെ അതാണ് മെയിൻ. നല്ല വൈബട്ടാ, നല്ല വൈബ് പരിപ്പോട. രണ്ട് ചടയനും പൊടയനും ചടയനും മുടവനും ഇനി പൈസ കൊടുത്താ ഞാൻ കൊടുക്കൂല. എന്നോട് പിന്നാന്ന് ചോദിച്ചു വരാർക്കുന്ന ടീം അന്നാരും പൈസ കൊടുത്തേ. ഞാൻ നല്ല കൊടുത്ത ഏട്ടാ ഒരു പരിപ്പോട, ഒരു പരിപ്പോട, ഒരു പഴംപൊരി എടുത്തു. പഴംപൊരിയും പരിപ്പോടെ ഒരു പഴംപൊരി കൂടിയോ. നല്ല വൈബേട്ട, തണുത്ത കാറ്റ്. എത്ര ഞാൻ വാങ്ങി തരാം എന്റെ പൊന്നാരെ. പാട്ട് അടിപൊളി. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ മുണ്ട് പ്രിയേ. കൽവിലൊരാശ മുന്തിരി തിന്നിടുവാണ് സഖീനെ. നന്നായറിയാം ഞാനീ നാട്ടിലെ നീറാണെന്നും എന്നാലും എന്റേതായൊരു ദുർഹവുമില്ല പ്രിയേ. ഇതാ ഞങ്ങളുടെ അടുത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 കുഞ്ഞു മക്കൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ള ആള് തന്നെ, ഇവിടെ ഉള്ള ആളല്ലേ? നന്നായിട്ട് പാട്ട് പാടുന്നാണ് പറഞ്ഞത്. 2 ഓർഡർ ഹലോ, മുട്ട ഏറ്റവും കൂടുതൽ മുട്ട എന്ന മത്സരം വെക്കാം.
എന്താ ഇനി ഒരു 10 മുട്ട ഒന്നുമില്ലേ? ഫാസിൽ അറിയാവോ ആരെങ്കിലും മാപ്പിളപ്പാട്ട്? മാപ്പിളപ്പാട്ട് 1 2 3 സ്റ്റാർട്ട്. കം ഓൺ. മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ജ്യോതിയും മുത്തായവനെ നാടൻ നമ്പുവചനചകനെ മകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയവേ മാറിപ്പോയി അണ്ണൻ വന്ന കുമ്മിട്ടുന്നില്ലേ ഇരുട്ടി വായും രാജാവെന്ന് എല്ലാരും വെളിച്ചിട്ട് പത്തുമണി മെത്തേ കടക്കജ കൊടുമത്തേ മർമ്മത്തിന് പണി കൊടുത്തേ മലപ്പുറം കത്തിനടക്കിച്ച് കുട്ടി കുട്ടി ചേക്ക് നടച്ചേക്ക് ചേക്ക് വന്ന് 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 വാരി 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 മലപ്പുറം വന്ന് ചോരി 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 പല്ല 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 നിങ്ങൾ എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? 2 വർഷമായി. 2 വർഷമാവും. ഇങ്ങനെ കച്ചവടമല്ലോ? കച്ചവടം മസാല രീതി നല്ല അടിപൊളി വൈബില്ലാന്ന് ഇവിടെ ആൾക്കാർ നല്ല വരുന്നുണ്ട്. ഇഷ്ടം പോലെ എല്ലാവരും നല്ല കച്ചവടം, നല്ല തണുത്ത കാറ്റ്, കാലാവസ്ഥയാണ്, നല്ല കാണാനുണ്ട്, നല്ല നല്ല സ്ഥലം. ഇവിടെ എല്ലാവരും വരണല്ല, നല്ല നല്ല അടിപൊളി വൈബല്ല. ഒരു പാർക്കിൽ പോയി, ഒരു ബീച്ചിൽ പോയി, ഒരു ബീച്ചിൽ അങ്ങനെ തണുത്ത കാറ്റ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മളെ മാണിക്കോത്ത് പാലം. എന്നാൽ എല്ലാവരും വൈകാതെ ഇങ്ങോട്ട് തന്നെ പിടിച്ചോളൂ. നല്ല ചായ. ഞാൻ 3ാമത്തെ ചായക്കാണ് പറഞ്ഞത്. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടപ്പെട്ട്. പരിപ്പൊടിയും കിടിലും പറ്റും. പിന്നെ ബാക്കിയൊന്നും ഞാൻ കഴിച്ചില്ല, ബാക്കി വരാണ് കഴിച്ചത്. വൈബ് കാരണം വെച്ച് കഴിഞ്ഞാൽ മയ ചായ ജോൺസൺ മാസ് എന്ന് പറഞ്ഞ വൈകുന്നേരം വന്നിട്ട് ബാബുവേട്ടന്റെ കടയിൽ നിന്ന് ഒരു പൊടി ചായ ഒരു പരിപ്പൂടം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പൊണ്ണ് സാറേ പൊള്ളിച്ചടക്കി. എന്നാ വൈകാതെ ഇനി എല്ലാവരും ഫാമിലിയായിട്ട് വന്നോളി മാണിക്കോത്ത് പാലത്തിലേക്ക്. ഓക്കെ, ഇവിടെ ഇരിക്കുവാനും പിന്നെ എന്താ പറയാ എല്ലാവർക്കും കാണാനുള്ള നല്ല ഇതുണ്ട്. 3ാമത്തെ ചായ വന്ന് ഇല്ലല്ലോ. നാണോട്ട് എത്ര വർഷം ഇവിടെ? 2 വർഷം. നാണോട്ട് ഇവിടെയുള്ള ആളല്ലേ? ഓക്കെ, താങ്ക് യു. ട്രെയിലിനോട് ചേർന്നിട്ടുള്ള കട കേട്ടോ. നല്ല അടിപൊളി വൈബാണ്, സംഭവം പൊളിയാണ്. ഞാൻ പറഞ്ഞ പോലെ കഴിച്ചു. ഓക്കെ, പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾ എത്രയാ കഴിച്ച പോലെ ചോദിക്കും. ഞാനൊരു പരിപ്പ് വട, ഒരു പഴംപൊരി, 2 സിറ്റിംഗ് ഉണ്ട്. ഇവിടെ ബൈക്കിൽ വന്നിരിക്കുന്നുണ്ട്. ചെറിയ ഇപ്പം 2 പാട്ടെല്ലാം പാടി സ്റ്റാറായിരിക്കും. ഭയങ്കര അഹങ്കാരം കുടിക്കുന്നുണ്ട്. ഹലോ, ഇതാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. 2 സൈഡിലും വയൽ, പച്ചപ്പ് കൊണ്ട് ഭൂമിയെ പൊതിഞ്ഞ സ്ഥലം. ഇവിടെ നല്ല മരങ്ങളുണ്ട്, ചെറിയ പാലമുണ്ട്, അതിൻ്റെ കൂടെ ഒരു നടപ്പാലമുണ്ട്. ആ നടപ്പാലത്ത് ഷൂട്ട് നടക്കുന്നുണ്ട്. ആ ആൽബത്തിൻ്റെ ഷൂട്ടാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ക്യാമറാമാനുണ്ട് കൂടെ. കുളത്തിൽ ചാടുമോ ക്യാമറയും കൊണ്ട്? ഇല്ല. അങ്ങനെ ഈ സുന്ദരമായ സ്ഥലത്ത് കാണാനും കാറ്റ് കൊള്ളാനൊക്കെ നല്ല വൈബാണ്. ഒരമ്മ നെൽകൃഷി ചെയ്യുന്നുണ്ട് മക്കളെല്ലാമായിട്ട്. പിന്നെ ഇതാണ് നല്ല വ്യൂ പോയിൻ്റാണ്. പിന്നെ നല്ല തണുത്ത കാറ്റാണ്. നമ്മളൊരു ബീച്ചിൽ പോയ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ, സത്യമായിട്ട് കേട്ടോ. പിന്നെ അതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മളൊരു സത്യം അറിയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിനടുത്തൊരു നല്ല ചായക്കട ഉണ്ട്. ഇതിനോട് ചേർന്നിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. നെൽക്കതിർന്ന എന്ന് പറഞ്ഞാൽ അന്യം നിന്ന് പോകുന്ന കാഴ്ചയാണിത്. നല്ല അടിപൊളി വൈബാണ്. ഈ ഒരു സുന്ദരമായ ഈവനിങ് സായാഹ്നം ഞങ്ങൾ ആസ്വദിച്ച് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കുറേ ആൾക്കാർ ഫാമിലിയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ ഫാമിലീസ് വരുന്നുണ്ട്. ശരിക്കും കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുന്ന ആ ഒരു വൈബായിരുന്നു. ഇതാണ് ആ വൈബ്. എന്താ പറയുക, എല്ലാ ആൾക്കാരെയും കാണാം, ഫാമിലീനൊക്കെ കാണാം റോഡ് സൈഡിൽ. പിന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോവുക, കുറേ പിള്ളേർ ഇരിക്കുക. പിന്നെ ഇതാ ഫാമിലീസ് ഇതാ കമ്പനിയായിട്ട് കുട്ടികൾ വന്നിരിക്കുക, കത്തി അടിക്കുക, സൊറ അടിക്കുക, ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു വൈബാണ് കേട്ടോ ഇത്. ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. നല്ല ഇരുവശവും നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, കഴിഞ്ഞാഴ്ച വിളിച്ചേക്ക് കുറച്ച് ഇതായിട്ട് എടുക്കുന്നില്ല ഫോണ്. പൈസ തന്നിക്കില്ലല്ലോ. പൈസ ഞാൻ തരാം, അടുത്ത ആഴ്ച തരാം.
ഇങ്ങനെ പാവം പോലെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം എനിക്ക് പൈസ തരാനാവൂലോ. എനിക്ക് പൈസ എങ്ങനെയാ മേടിക്കേണ്ടതെന്നില്ല ഞാൻ കാണിക്കാം. ഈ ഒരു കാര്യം ചെയ്യ്. നീ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്ക്. ഓക്കെ, എന്റെ പൈസ എടുത്തു. എന്ത് പൈസ? ഏത് പൈസയാണ്? എനിക്ക് ഇത്ര നാളായിട്ട് ഓർമ്മയില്ല. ഏത് പെനാ? പിന്നെ പൈസ ചോദിക്കുക, ഞാൻ കാണിച്ചു. എടാണ് എന്റെ പൈസ. ഇതിന്റെ പൈസയാണോ വേണ്ടത്? ഓക്കെ, ഇതിന്റെ പൈസ ഫുള്ളായിട്ട് ഇതാ നോക്ക്. ഇതിന്റെ പൈസ ഫുള്ളായിട്ട് ഇതാ. എണ്ണ നോക്ക്, റെഡിയാ നോക്ക്. മൊമക്ക അതെങ്ങനെ ശരിയാവുക? അതെല്ലാം ശരിയാവും. ശരിയായിക്കല്ലേ? മേലാലിങ്ങനെ ആദ്യം എങ്ങനെ അടിയും കൊണ്ട് ആദ്യം മാണ്ട പണിയെടുത്ത മൈനം കൊടുത്താൽ മതി.